ഹായ്, എല്ലാവർക്കും ഡോക്ടർ ടൈംസിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ട്. അമ്മച്ചിയുണ്ട്, പിള്ളേരും, ഞാനും, സജീഷ് ചേട്ടയുണ്ട്, ചേട്ടയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ മൂത്ത് പെങ്ങളുടെ വീട്ടിൽ പോവാണേ. അപ്പം പെങ്ങളുടെ മോളുടെ കല്യാണം നിശ്ചയമൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത് കേട്ടോ. നമ്മൾ ഇരുട്ടിയൊക്കെ എത്താറായി. ഞങ്ങൾ പിള്ളേരും എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് നല്ല രസമായിട്ട് പോവണേ. അമ്മച്ചീനെ കൊണ്ടുവിടുകയും ചെയ്യണം. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സെറ്റാക്കിയിട്ട് വേണം തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം അങ്ങനെ കേൾബ്രോയിനെ കണ്ടെന്ന്, മറ്റേ ഇവരുടെ കൂട്ടുകാരൻ കണ്ടെന്ന്. അതിൽ യൂട്യൂബിൽ ഞങ്ങൾ വീഡിയോ കണ്ടായിരുന്നു അതിൻ്റെ ലാഭമേളയിലെ. അപ്പം അങ്ങനെ കേൾബ്രോയിനെ കണ്ട വിശേഷമൊക്കെ പിള്ളേർ പറയായിരുന്നു കേട്ടോ. അവരുടെ കൂട്ടുകാരൻ കേൾബ്രോയിനെ കണ്ടു എന്നൊക്കെ. അപ്പം നമ്മുടെ കണ്ണൂരാണല്ലോ കേൾബ്രോയിൻ്റെ വീട്. അപ്പം നമ്മൾ ഇരുട്ടിയാണല്ലോ. അപ്പം ലാഭമേളയിൽ വന്നിട്ട് പോയപ്പം കൂട്ടുകാരൊക്കെ കണ്ടു. അപ്പം ആ കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഞങ്ങളിവിടെ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത ടൗണിലെത്തി, ചാലോട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ബേക്കറിയും ഫ്രൂട്ട്സും പിന്നെ ഇച്ചിരി കപ്പയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ പോവണേ. അപ്പം അങ്ങനെ നമ്മുടെ വീടെത്താറായി. എനിക്കാണെങ്കിൽ ലേസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പച്ച പാക്കറ്റാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ അവന്മാർ എനിക്ക് തന്നില്ല. എനിക്ക് മഞ്ഞ പാക്കറ്റ് കിട്ടി ഗൈസ്. പിന്നെ ഞാൻ ഒപ്പിച്ചു അങ്ങനെ. അപ്പം നമ്മുടെ വീടെത്താറായി. ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അവിടുത്തെ ചുറ്റുവട്ടം എന്താ പരിപാടി, കല്യാണ ഒരുക്കങ്ങളൊക്കെ, നിശ്ചയ ഒരുക്കങ്ങളൊക്കെ എന്തായി നോക്കണം, കുറച്ച് വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കലും പരിപാടിയും പണികളും പിന്നെ പ്ലാനിങ്സും നിശ്ചയത്തിനേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു വരണം. കാരണം അനിയത്തിയും കുഞ്ഞാവയും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് എന്തായാലും വൈകുന്നേരം പോകണം. പിന്നെ നാളെ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും പോകണം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം പറഞ്ഞു, പിന്നെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇത് ഇവിടെ വന്ന പാട് തന്നെ ഹോം തിയേറ്റർ വെച്ച് പിള്ളേർ ഡാൻസ് തുടങ്ങി കേട്ടോ. പാട്ടൊക്കെ വെച്ച് പാട്ട് കേൾപ്പിക്കാൻ നിവർത്തിയില്ല എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരെ. നല്ല തകർത്ത കളിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും ചേച്ചീൻ്റെ ഞാനും അമ്മയും കൂടി കപ്പയും കൂടി നുറുക്കി സെറ്റാക്കിയിട്ട് ഇവർക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ചേച്ചീൻ്റെ ചേട്ടൻ്റെ ഭാര്യയും അവരെല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ അവരൊക്കെ വന്നു. ഇവിടെ ഒരു കുഞ്ഞുമണി ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പിന്നെ മിറ്റമൊക്കെ നന്നാക്കുമായിരുന്നു കേട്ടോ. വണ്ടി എപ്പോഴും കയറ്റും ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി മിറ്റമൊക്കെ ലെവലാക്കി അങ്ങനെ കുറേ വൃത്തിയാക്കും പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ എന്തായാലും അടുത്ത ഞായറാഴ്ചത്തേക്കുള്ള എല്ലാ സെറ്റപ്പും അത്യാവശ്യം സെറ്റാക്കിയിട്ടാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത്. ഇവിടെ കുഞ്ഞിയടക്കം എല്ലാവരും കൊണ്ടിട്ട് അവരെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ നല്ല രസമല്ലേ ഇങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ. എല്ലാം എന്ത് പരിപാടിൻ്റെയാണെങ്കിലും ഇങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കപ്പ കേട്ടോ. മീൻകറിയൊന്നും വേണമെന്നില്ല, കപ്പേൻ്റെ കൂടെ കപ്പ തന്നെയാണ് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നല്ല അയലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കപ്പയൊക്കെ കഴിച്ച് ഞങ്ങളൊരു രാത്രി 8 മണി 7:30 ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇരട്ടി വരെ പിള്ളേരൊക്കെ ചെറുതായിട്ട് ഉറങ്ങി. ഞാൻ വിചാരിച്ച് വീട് വരെ ഉറങ്ങുമായിരിക്കുന്നു. സച്ചോട്ടിന് ഉറങ്ങിയിരുന്നു കേട്ടോ. ഇരട്ടിയൊന്നും വണ്ടി നിർത്തി അത്യാവശ്യം സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. അതിന് വേണ്ടി നിർത്തിയപ്പോഴത്തേക്കും കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം. ഇത് പിന്നെ കിൻഡർ ജോയ്ക്ക് എന്താ വില അല്ലേ, 50 രൂപ ഒരെണ്ണത്തിന്. കിൻഡർ ജോയി ആയിട്ട് പിള്ളേരും കൊണ്ട് പോകാൻ പറ്റുമോ? അപ്പം അങ്ങനെ നമ്മൾ എടൂരെത്തി. എടൂര് പള്ളിയിലെ നക്ഷത്രം എനിക്ക് നന്നായി കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്താനുള്ള തിരക്ക് കൊണ്ടത് ശരിക്കും ആയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും അതിലേ പോകുമ്പോൾ കാണിക്കാം. നല്ല രസമാണ് കേട്ടോ നക്ഷത്രം കാണാൻ വേണ്ടിയിട്ട്. അടുത്ത് അതിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങനെ എന്തോ ശരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ശരിക്കും
പറ്റിയില്ല. പിന്നിപ്പം കാണുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചും നമ്മുടെ നാട്ടിലെത്തി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം.